നമസ്കാരം. ഞാൻ രണ്ട് ബലാത്സംഗ വീരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് തന്തേ മകനാണ്. ഈ തന്ത ഒരു മഹാ സംഭവമാണ്. കാരണം വലിയൊരു എന്താ പറയുക, ആൾദൈവമാണ്. ആശാറാം ബാപ്പു എന്നാണ് പേര്. ഈ ആൾ 72ാമത്തെ വയസ്സിൽ 16 വയസ്സുള്ളൊരു പെൺകുട്ടീനെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇയാളുടെ പേരിൽ കേസ് വന്ന് ഇയാളെ ജീവപര്യന്തം ശിക്ഷിക്കണമെന്ന് ഈ കോടതി ഇയാളെ അറസ്റ്റ് ചെയ്തെന്ന് തന്നെ ഒരുപാട് ബഹളങ്ങളും കലാപങ്ങളൊക്കെ ഇയാളുടെ അനുയായികളുണ്ടാക്കി. കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക, അതേപോലെ കേസ് വിളിക്കണം എന്നൊക്കെ കോടതിൻ്റെ മുറ്റത്ത് തിങ്ങി കൂടി മുദ്രാവാക്യം വിളിക്കലും ഭീഷണിപ്പെടുത്തലും സാക്ഷികളെ ഓടിക്കലും. 3 സാക്ഷികൾ മരിച്ച്, അതിൽ 2 പേര് വെടിയേറ്റാൻ മരിച്ചത്, പ്രധാന സാക്ഷികൾ. ഒരു സാക്ഷി ദുരൂഹ സാഹചര്യത്തിലും. അവസാനം ഇയാൾക്ക് ശിക്ഷ വിധിക്കണമെന്ന് 2 സ്റ്റേറ്റിലാണ്, രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്, ഇൻ്റർനെറ്റ് വരെ കട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ പുണ്യാളനാണെന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ കൂടി വെളുപ്പിക്കാൻ നമുക്ക് നോക്കി, അതൊന്നും നടന്നില്ല. അങ്ങനെ ഇയാളിപ്പോൾ ജയിലിലാണ്. ജയിലിൽ കിടക്കുമ്പോൾ എന്താ സ്ഥിതി എന്നറിയാം. 84 വയസ്സായല്ലോ. ഇയാൾക്ക് പുറത്തിറങ്ങണം. അങ്ങനെ ഇയാൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കോടതിനെ ധരിപ്പിച്ച് സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കി ഇയാൾ ജയിലിൽ നിന്ന് ചികിത്സക്കായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ കുറച്ച് കണ്ടീഷനൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല, അങ്ങനെ കുറേ ബെയിൽ ഓഫ് കണ്ടീഷൻസ്, ഇതൊക്കെ ഇയാൾ വയലേറ്റ് ചെയ്ത് ഇൻഡോറിൽ ഇയാൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കോടതി കൊടുത്തിട്ട് ഇരകളുടെ വക്കീൽ കോടതി കൊടുത്ത് ജാമ്യം റദ്ദാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പരിഗണിക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഫെബ്രുവരി കൊടുത്തതാണ്. ഇപ്പോൾ ഡിസംബറായി. ഇയാളിപ്പോഴും പുറത്താണ്. ഇയാൾ വന്ധ്യവയോധികൻ എന്നുള്ള ഒരു പരിഗണന വെച്ചിട്ടാണ് ചികിത്സക്ക് വിട്ടേക്കുന്നത്. ഈ 72ാമത്തെ വയസ്സിൽ 16 വയസ്സുള്ള കുട്ടീനെ ബലാത്സംഗം ചെയ്ത ഈ വൃത്തികെട്ടവൻ. അപ്പോൾ ഇവൻ്റെ നല്ല പ്രായത്തിൽ എത്ര പെൺകുട്ടികളെ ചവിട്ടി മതിച്ചിട്ടുണ്ടോ. ഇവന് ട്രീറ്റ്മെൻ്റ് അല്ല കൊടുക്കണ്ടേ. ഞാനൊന്നും പറയല്ല, കോടതി പിന്നെ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ചില വെള്ളം. ഞാനിപ്പോൾ ദിലീപിൻ്റെ കേസ് കണ്ടില്ലേ, ദിലീപ് പുഷ്പം പോലെ ഊരിപ്പോയില്ലേ. അതുപോട്ടെ, അവൻ്റെ മോൻ അതിലേറെ വെടിവീരനാണ്. അതായത് നാരായണ സായി എന്നാണ് അവൻ്റെ പേര്. ഇവനിപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ബലാത്സംഗം, അതായത് പ്രകൃതി വിരുദ്ധ പീഡനം, അത് മനസ്സിലായല്ലേ, അൺനാച്ചുറൽ സെക്സ്. ഇത് ചെയ്ത് ബലാത്സംഗം, ചേച്ചിനെ അനിയത്തിനെ ബലാത്സംഗം ചെയ്ത് അനിയത്തി കേസ് കൊടുത്ത്. ഈ ചേച്ചിനെ അനിയത്തിനെ അച്ഛനും പരിപാടി എടുക്കണ്ടായി. ഇപ്പം ജയിലിൽ പുറത്തിറങ്ങിയൊക്കെയല്ലേ, അയാളും എടുക്കലുണ്ട്. അപ്പോൾ 2 കേസ് ഈ സെയിം കേസിൽ പ്രതിയാണ്. അപ്പോൾ വേറെ പ്രശ്നമുണ്ട്. തന്തേ മോനും കൂടി ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് ഞാൻ ആലോചിക്കണം. ചിലപ്പോൾ ഞായർ തിങ്കൾ ചൊവ്വ ഒരു ദിവസം, ബുധൻ വ്യാഴം വെള്ളി ഒരു ദിവസം, പിന്നെ ഒരു ദിവസം ബ്രേക്ക്. അപ്പോൾ 7 ദിവസമായില്ലേ. അങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ചിട്ടാവും. അല്ലെങ്കിൽ 2 കൂടി ഒപ്പം ചെന്നാലും മോശമല്ലേ, തന്തേ മോനും അല്ലേ. ഇയാളൊക്കെ വെളുപ്പിച്ചെടുക്കാൻ പണി കുറേ എടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ പരോൾ കൊടുക്കും. അമ്മനെ കാണണമെന്ന് പറയും, അപ്പോൾ പരോൾ കൊടുക്കും. ഇപ്പോൾ ജയിലിൽ കിടന്ന് തിന്നുണ്ട്. അവന് പിന്നെ ഊടായ്പിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അവർ വലിയ പ്രായമൊന്നുമില്ലല്ലോ. തന്ത പിന്നെ വന്ധ്യവയോധികൻ എന്നുള്ള ഈ പരിഗണൻ്റെ പരിലാളനങ്ങളൊക്കെ ഏറ്റി പുറത്തിറങ്ങി സുഖിച്ച് വിലസുക. ഇപ്പോഴും അയാൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനത്തെ ആൾക്കാർക്ക് നല്ല സ്റ്റാമിന ആയിരിക്കും. മനസ്സിലായോ?